Really? No. Why it has happened? No. The visitation is the visit of Virgin Mary to Elizabeth. Visitation is there. Is there. But Here, this is the why? Because the people of Israel need a prophet to lead them, to show them the way. To show them why the way. John born? To pray to the one God of Israel. The same circumstances. For that we called John when we arrived to Jerusalem. So, grandfather. Okay. യോഹന്നാൻ ഏലിയായെ പോലെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് വന്ന ആളാണ്. യോഹന്നാൻ ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വന്നു. കർത്താവിന് വഴിയൊരുക്കാൻ നിങ്ങളുടെ ദൈവം വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി യോഹന്നാൻ വന്നു. ഇസ്രായേലിന്റെ വിശ്വാസം അനുസരിച്ച്, യഹൂദ പാരമ്പര്യം അനുസരിച്ചും ദൈവത്തിന് മുമ്പേ ഒരു പ്രവാചകനുണ്ട്. അപ്പോൾ യേശുവിന് മുമ്പേ വന്ന പ്രവാചകനായി യോഹന്നാനെ നമ്മൾ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെയാണ് യോഹന്നാൻ ജനിച്ചത്. വഴിയെ പറഞ്ഞ കാര്യം, എലീശയ്ക്ക് സക്കറിയാസ് നല്ല പൈസയുള്ള ആളായിരുന്നു, സമൂഹത്തിൽ സ്വാധീനമുള്ള ആളായിരുന്നു. പക്ഷെ മക്കളില്ലായിരുന്നു എന്ന ഒരു ദുഃഖം മാത്രമാണ് അയാൾക്കുണ്ടായിരുന്നത്. അയാളുടെ സ്വാധീനവും കഴിവും, അയാൾ പ്രധാന പുരോഹിതനായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് നറുക്ക് കിട്ടിയ അകത്ത് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ അത്രയും പണമുള്ള ആളായതുകൊണ്ട് 2 വീട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. അപ്പൊ മറ്റേ വീട്ടിലാണ് എലീശയെ ഇളയാമ്മയെ സന്ദർശിക്കാൻ മറിയം വന്നത്, കുറെ നാൾ ശുശ്രൂഷ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും പൈസയുള്ള ആന്റിമാരെയൊക്കെ നോക്കാൻ പാവപ്പെട്ട മക്കളൊക്കെ പോയി നിൽക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെയൊക്കെ ഒരുപക്ഷെ മറിയം പോയിട്ടുണ്ടാവും ഈ ഇളയമ്മയുടെ അടുത്ത്. ഇളയമ്മ അല്പം ഗെറ്റപ്പുള്ള ഇളയമ്മ, ആളല്പം ഗെറ്റപ്പും സാമ്പത്തികവും ഒക്കെ ഉള്ള ഒരു ഇളയമ്മയായി. പേഗൻ എന്ന് പറഞ്ഞ മനസ്സിലായോ? ഈ മറ്റേ എന്തിനാണ് പറയണേ, മറ്റു മതസ്ഥരുടെ, അതായത് അമ്പലങ്ങളെയാണ് ഈ പേഗൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഗ്രീക്കിലും റോമിലും ഒക്കെ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പിടിപ്പിക്കും. അങ്ങനെയാണ് ടാങ്ക് ഇവിടെ വന്ന് പാർക്ക് ചെയ്തപ്പോ സാധനം അടിയിലേക്ക് പോയി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ബ്രിട്ടീഷ് ആർമി കണ്ടെത്തിയത് 2ാം ലോക മഹായുദ്ധകാലത്ത്. ഓക്കെ, ഇത് ബർലൂച്ചിരി എന്നാണ് പറഞ്ഞത്, അല്ല, ഇത് സ്പാനിഷ് പ്രവചന ഗീതം. കരീം എന്ന സ്ഥലം സ്നാപക യോഹന്നാൻ പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ ജന്മദേശമാണിത്. അദ്ദേഹം ജനിച്ച ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി ഏവരും ഒത്തുകൂടുന്നു.
മനുഷ്യനായി ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന യേശുവിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഏവർക്കും വേണ്ടി ബലിയർപ്പിക്കും. രക്ഷയുടെ കാസം കയ്യിലെടുത്ത് പിടിച്ചത് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി സഹായിക്കണം.